ഹലോ PSC ആസ്പിരൻസ്, കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടം പിടിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. കുമാരനാശാൻ അന്തരിച്ച വർഷം 37ാമത്തെ ചോദ്യം നോക്കിയേ. കുമാരനാശാൻ അന്തരിച്ച വർഷം അത് നമ്മൾ എങ്ങനെ കറണ്ട് അഫേഴ്സിൽ പെടുത്തിയെന്ന് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യമാണ് കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണെന്ന്. ഇത് നോക്കി മാതൃഭൂമിയിൽ വന്ന ഒരു ആർട്ടിക്കിളായിരുന്നു, അരവിന്ദായനം എന്ന പേരിൽ വന്ന ഒരു ആർട്ടിക്കിളായിരുന്നു. ഇത് G. അരവിന്ദൻ എന്ന സംവിധായകനെ പറ്റിയാണ്. അദ്ദേഹം ഓർമ്മയായിട്ട് 33 വർഷമായി. അദ്ദേഹത്തിനെ പറ്റി, G. അരവിന്ദൻ എന്ന സംവിധായകനെ പറ്റി, അദ്ദേഹം സിനിമ എടുത്തതിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ വർക്കുകളെ പറ്റിയുമൊക്കെ വന്ന ഒരു ആർട്ടിക്കിൾ, മാതൃഭൂമിയിൽ വന്ന ആർട്ടിക്കിളായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും ഡിസ്കഷനിൽ വരുന്ന പ്രമുഖ വ്യക്തികളുണ്ടല്ലോ, അവരെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പത്രം വായന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾക്കത് മിസ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഒന്നും ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ PSC ബുള്ളറ്റിനിൽ പോകുമ്പോൾ PSC ബുള്ളറ്റിനിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. G. അരവിന്ദൻ്റെ പോക്കുവയിൽ എന്ന ചിത്രത്തിൽ ഏത് സംഗീതജ്ഞൻ്റെ പുല്ലാങ്കുഴൽ നാദമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഈ വരികൾ ഇതേപോലെ തന്നെ ഈ ആർട്ടിക്കിളിൽ നമുക്ക് കാണാൻ പറ്റും. ഹരിപ്രസാദ് ചൗരസ്യയുടെ പുല്ലാങ്കുഴലാണ് G. അരവിന്ദൻ്റെ പോക്കുവയിൽ എന്ന ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ G. അരവിന്ദൻ എന്ന സംവിധായകൻ ഇപ്പോൾ ഡിസ്കഷനിലുള്ള ആളാണെന്നും അദ്ദേഹം ഒരു കറണ്ട് അഫെയർ ടോപ്പിക് ആണെന്നും മനസ്സിലാക്കുക. അങ്ങനെ PSC ബുള്ളറ്റിനിൽ റെഫറൻസ് കാണുന്ന ആൾക്കാരുടെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കൂടെ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് കറണ്ട് അഫെയർ ടോപ്പിക്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ G. അരവിന്ദനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഈ പത്രത്തിൽ വന്നതും നമ്മുടെ PSC ബുള്ളറ്റിനിലുള്ളതുമായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. G. അരവിന്ദൻ എന്ന സംവിധായകനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വയ്ക്കാം. അരവിന്ദൻ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത്. ചെറിയ മനുഷ്യരും വലിയ ലോകവും 1974 പുറത്തിറങ്ങിയ ഉത്തരായനമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ ഓർത്തു വയ്ക്കണം, ഉത്തരായനമാണ് G. അരവിന്ദൻ്റെ ആദ്യത്തെ സിനിമ. ഇതിൻ്റെ നിർമ്മാതാക്കൾ നാടകകൃത്തായ തിക്കോടിയനും സാഹിത്യകാരനായ പട്ടത്തുവിള കരുണാകരനുമാണ്. അതിനുശേഷമാണ് കാഞ്ചന സീത എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. ഈ കാഞ്ചന സീതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് CN ശ്രീകണ്ഠൻ നായർ എഴുതിയ ഒരു നാടകത്തിനെ ആസ്പദമാക്കി ഒരുക്കിയതാണ് കാഞ്ചന സീത. അപ്പോൾ കാഞ്ചന സീത CN ശ്രീകണ്ഠൻ നായരുടെ പ്രശസ്തമായ ഒരു നാടകത്തിനെ ആസ്പദമാക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമയാണ് കാഞ്ചന സീത. അതുപോലെ പ്രശസ്തമായ മറ്റൊരു ചിത്രമാണ് കുമ്മാട്ടി. ഇപ്പോഴും ചർച്ചാ വിഷയമാണ് ഈ സിനിമയും ഇതിൻ്റെ പ്രമേയവുമൊക്കെ. ഒരു ഗ്രാമവും അവിടുത്തെ മനുഷ്യരും മിത്തുകളും പ്രമേയമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് കുമ്മാട്ടി എന്നത്. കുമ്മാട്ടി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ചിത്രമാണ് കുമ്മാട്ടി. അപ്പോൾ 3 പേര് നമ്മളിപ്പം പഠിച്ചു. ആദ്യത്തെ സിനിമ ഉത്തരായനം, പിന്നെ പഠിച്ചത് കാഞ്ചന സീത, പിന്നെ പഠിച്ചത് കുമ്മാട്ടി. ഇനി നോക്കാം, അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രമായിരുന്നു എസ്തപ്പാൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതകഥയുടെ നിഴൽ വീണ അവധൂത ജന്മത്തിൻ്റെ കഥ പറയുന്ന എസ്തപ്പാൻ എന്ന ചലച്ചിത്രം ഇറങ്ങിയത് 1979 എസ്തപ്പാൻ എന്ന ചിത്രം ഇറങ്ങുന്നത് 1979. പിന്നീട് ഇറങ്ങിയ സിനിമയാണ് പോക്കുവയിൽ. അപ്പോൾ ഈ സിനിമയിലാണ് സംഗീതത്തിൻ്റെ വിസ്മയകരമായ ശ്രുതിതാളങ്ങൾ ഹരിപ്രസാദ് ചൗരസ്യയുടെ ഓടക്കുഴൽ ഈ ചിത്രത്തിൽ ഉടനീളം അരവിന്ദൻ ഉപയോഗിക്കുന്നുണ്ട്. നോക്കിക്കേ, ഈ ആർട്ടിക്കിളിൽ വന്നതാണ് ഈ ഫാക്റ്റ്. അപ്പോൾ ഇത് ബേസ് ചെയ്ത് ആവാം, അറിഞ്ഞുകൂടാ, റീസെൻ്റ്ലി ഡിസ്കഷനിലുള്ള പ്രമുഖരായ വ്യക്തികളുടെ ജീവിതവും അവരുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ആനുകാലികം തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് PSC ബുള്ളറ്റിനിൽ ഈ ആനുകാലികത്തിൽ ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്തിങ്ങനെ പഠിക്കാൻ പറ്റും. പോക്കുവയിൽ ഓർത്തിരിക്കുക, പോക്കുവയിൽ. അടുത്തതാണ് ചിദംബരം. CV ശ്രീരാമൻ്റെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ് ചിദംബരം. CV ശ്രീരാമൻ്റെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമാണ് ചിദംബരം. ചിദംബരത്തിലെ സ്മിത പാട്ടീലും ഭരത് ഗോപിയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. അവസാന സിനിമയാണ് വാസ്തുഹാര. 1991 വാസ്തുഹാര പുറത്തിറങ്ങുന്നത്. മോഹൻലാൽ നായകനായ സിനിമയായിരുന്നു വാസ്തുഹാര. അത് ബംഗാളിലെ ആഭ്യന്തര കുടിയേറ്റത്തെ പ്രമേയമാക്കി ഇറക്കിയ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമാണ് വാസ്തുഹാര. ഓക്കെ, 1991 ഗുരുതരമായ രോഗം ബാധിച്ച് അദ്ദേഹം 1991 മാർച്ച് 15 അന്തരിക്കുന്നത്. 1990 ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് പഠിച്ചിട്ട് പോവുക. G. അരവിന്ദനെ പറ്റിയുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. കറണ്ട് അഫേഴ്സ് ഇങ്ങനെ കുറച്ചായിട്ട് നമുക്ക് ഓരോ ദിവസവും പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.